ഞാൻ ചാർജ് എടുക്കുന്ന സമയത്ത് കോവിഡിന്റെ പിടിയിൽ അമർന്ന് 1.5 വർഷക്കാലം സർവീസുകളില്ലാതെ, കളക്ഷൻ ഇല്ലാതെ, വരുമാനമില്ലാതെ ശമ്പളം കൊടുത്തു എന്നുള്ള ചെറിയ കാര്യമല്ല. അന്ന് തുടങ്ങി വെച്ച പദ്ധതികളുടെ വരുമാനമാണ് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്ന് മാത്രമല്ല, അന്ന് ഞങ്ങൾ ഓവർ ഡ്രാഫ്റ്റ് ലിമിറ്റ് 50 കോടിയിൽ നിർത്തിയിരുന്നു. ഇപ്പൊ ഓവർ ഡ്രാഫ്റ്റ് ലിമിറ്റ് 100 കോടിയായി ഉയർത്തി. സ്വാഭാവികമായിട്ടും അതിന്റെ പലിശ കൂടുതൽ, ഇനി മാസം തോറും കൂടുതൽ കൊടുക്കേണ്ടി വരും. KSRTCക്ക് സമയത്ത് ഒരുപക്ഷെ 15 ദിവസം മുമ്പേ ശമ്പളം കൊടുക്കാൻ കഴിയുമായിരിക്കാം. പക്ഷേ ഭാവിയിൽ അത് ഈ പലിശ കൂടുതൽ കൊടുക്കുന്നത് KSRTCയുടെ ഭാരം വർദ്ധിപ്പിക്കുകയുള്ളൂ. ഞാനിരുന്നപ്പോ 5-ാം തീയതി ആദ്യത്തെ 5-ാം തീയതിയും പിന്നെ രണ്ടാമത് 15-ാം തീയതി 20-ാം തീയതി 2-ാം ഗഡുവും കൊടുത്തിരുന്നു. പിന്നെ കുറെ കാലം ചെയ്തത് ആദ്യം 5-ാം തീയതി ശമ്പളം കൊടുക്കാതെ അതും കൂടെ കൂട്ടിവെച്ച് 20-ാം തീയതി ഒരുമിച്ച് കൊടുത്താൽ എന്താ വ്യത്യാസം? ഏതാ പ്രയോജനകരം ജീവനക്കാർക്ക്? 5-ാം തീയതി പകുതി ശമ്പളവും 20-ാം തീയതി പകുതി ശമ്പളവും കിട്ടുന്നതായിരുന്നോ ഗുണകരം? 20-ാം തീയതി രണ്ടും കൂടെ ഒരുമിച്ച് കൊടുക്കുന്നതായിരുന്നോ ഗുണകരം? ഒരുമിച്ച് കൊടുക്കുന്നു എന്ന് പറഞ്ഞതിന് അർത്ഥമില്ലല്ലോ. ഇപ്പോ ഈ കഴിഞ്ഞ മാസം, അതാണ് ഞാൻ പറഞ്ഞത്, ഈ കഴിഞ്ഞ മാസം മുതൽ SBIയുടെ ഓവർ ഡ്രാഫ്റ്റ് ലിമിറ്റ് 50 കോടിയിൽ നിന്ന് 100 കോടി രൂപയായിട്ട് വർദ്ധിപ്പിച്ച് ആ ഓവർ ഡ്രാഫ്റ്റും കൂടെ എടുത്താൽ കൊടുക്കാൻ പറ്റും. അപ്പൊ അതിന്റെ പലിശ ദീർഘകാലം എന്ന് പറയുമ്പോൾ ഇനി അത് പലിശ, അതിന്റെ പലിശ അഡീഷണൽ ആയിട്ട് കൊടുക്കേണ്ടി. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഓവർ ഡ്രാഫ്റ്റ് എടുക്കുമ്പോൾ അമിതമായ പലിശ KSRTCയുടെ ഭാരമായിട്ട് വർദ്ധിക്കുകയാണ്. പിന്നെ അത് കാലക്രമേണ നമ്മളൊരു ദീർഘവീക്ഷണത്തോടുകൂടി സാമ്പത്തിക ഭാരം കുറച്ചു കൊണ്ടുവരാനല്ലേ ശ്രമിക്കേണ്ടത്. അല്ലാതെ താൽക്കാലികമായിട്ടുള്ള മുട്ടുശാന്തിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്ത് KSRTCയുടെ ഭാരം വർദ്ധിപ്പിക്കുന്ന ഒരു നടപടിയിലേക്ക് ഞാൻ പോയിരുന്നില്ല. ഇടതുപക്ഷ മുന്നണി യോഗത്തിനകത്ത് വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരുമ്പോൾ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പറയും. ഇത് ഞാൻ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് നമ്മുടെ ഇത് ഡിജിറ്റലിലേക്ക് കൊണ്ടുവന്നത്. നമ്മുടെ പുതിയ RC ബുക്ക് ലൈസൻസും പുതിയ ഡ്രൈവിംഗ് ലൈസൻസിലേക്ക് മാറിയത്. അത് സമയബന്ധിതമായാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ അവർക്ക് കൊടുക്കാൻ 200 രൂപയാണ് ഡ്രൈവിംഗ് ലൈസൻസിന് കളക്ട് ചെയ്യേണ്ടത് ഞാൻ മനസ്സിലാക്കി. ഏതാണ്ട് അച്ചടിക്കുന്നതിന് 75 രൂപയാവുള്ളായിരുന്നത്. പക്ഷേ 200 രൂപ കളക്ട് ചെയ്തിട്ട് നമുക്ക് 75 രൂപ മുടക്കി ലൈസൻസ് കൊടുക്കാനായിട്ട് ഇപ്പോൾ കാലതാമസം വരികയാണ്. ആ പൈസ കൊടുക്കാത്തതുകൊണ്ടാണ് ആ കമ്പനിയുമായിട്ടുള്ള കരാറിൽ മുമ്പോട്ട് പോകാൻ കഴിയാതെ അത് സ്തംഭിച്ച് നിൽക്കുന്നത്. അത് ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഡിജിറ്റലിലേക്ക് മാറുന്നത് പല സംസ്ഥാനങ്ങളിലും പോകുമ്പോൾ ഈ ഫിസിക്കലായിട്ട് കാർഡ് കാണിക്കാതിരിക്കുന്നത് ഫൈൻ അടിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഫിസിക്കലായിട്ടൊരു കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് ആയാലും RC ബുക്ക് ആയാലും ഓൺ ചെയ്യുന്നതായിരിക്കും നല്ലത്. അത് മാറ്റി ഡിജിറ്റലിലേക്ക് പോകുന്നത് പല നിയമപ്രശ്നങ്ങൾക്കും വഴിയിലേക്ക് വന്നുള്ളതാണ് പരാതി. അതെ, ഹൈപ്പോത്തിക്കേഷൻ ഉൾപ്പെടെ പ്രശ്നം വരും. ഹൈപ്പോത്തിക്കേഷൻ ചേഞ്ച് ചെയ്യാൻ പ്രശ്നം വരും. അപ്പൊ അത്തരം കാര്യങ്ങൾ നോക്കാതെ ഒറ്റയടിക്ക് നമ്മൾ നിർത്തിവെക്കുന്നത് അത് വാഹന ഉടമകൾക്കും ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ്. അല്ല, അങ്ങനെ പരിധി വെക്കുന്നത് ശരിയല്ല. കാരണം ആവശ്യാനുസരണം ഈ ഡ്രൈവിംഗ് ലൈസൻസും RC ബുക്കുകളും ഒന്നും അങ്ങനെ പരിധി വെച്ച് വണ്ടികൾ ലിമിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇത്ര പേർ ഡ്രൈവിംഗ് ലൈസൻസ് പഠിച്ചാൽ മതി എന്ന് ലിമിറ്റ് ചെയ്യാനോ പാടില്ലല്ലോ. ആവശ്യാനുസരണം വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത്, കുറയ്ക്കുകയല്ല വേണ്ടത്. ഞാനിന്നപ്പോൾ മലപ്പുറത്തൊക്കെ എൻഹാൻസ് ചെയ്ത് കൊടുക്കുകയില്ല. അല്ല, ഞാൻ ചുമതല എടുക്കുമ്പോൾ ആദ്യത്തെ 2.5 വർഷത്തിൽ 1.5 വർഷത്തോളം ഏതാണ്ട് കോവിഡിന്റെ പിന്നെ മഹാമാരിയുടെ പിടിയിൽ അമർന്ന് ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. ഒരു വരുമാനം ഇല്ലാത്തൊരു സാഹചര്യം. അന്ന് നിരവധി പദ്ധതികൾ നമ്മൾ ആവിഷ്കരിച്ചിരുന്നു. KSRTC സ്വിഫ്റ്റ് ബസ് കൊണ്ടുവന്നത് നടപ്പിലാക്കിയ അന്നാണ്. നമ്മുടെ KSRTCയിൽ ആദ്യമായി ഇലക്ട്രിക് ബസ്സുകൾ ഇറക്കിയത് അന്നാണ്. ബഡ്ജറ്റ് ടൂറിസം കൊണ്ടുവന്നത് അന്നാണ്. ലോജിസ്റ്റിക്സ് പദ്ധതി കൊണ്ടുവന്നത് അന്നാണ്. അതുപോലെ ഗ്രാമവണ്ടി പദ്ധതികൾ കൊണ്ടുവന്നത് അന്നാണ്. ഈ KSRTCയുടെ പെട്രോൾ പമ്പുകൾ പിന്നെ പബ്ലിക്കിനൂടെ തുറന്നു കൊടുത്തുകൊണ്ട് യാത്രാ ഫ്യൂൽസ് തുടങ്ങിയ അന്നാണ്. ആ 2.5 വർഷം ആരംഭിച്ച പദ്ധതികൾക്കപ്പുറത്തേക്ക് പുതിയൊരു പദ്ധതിയും ഇപ്പോൾ ഉണ്ടായതായിട്ട് കാണുന്നില്ല. എന്നാൽ ഈ തുടങ്ങിയ പദ്ധതികളിൽ നിന്നെല്ലാം അധിക വരുമാനം നല്ലതുപോലെ കിട്ടുന്നുണ്ടെന്നുള്ളതാണ് കണക്കുകൾ കൊണ്ട് വ്യക്തമാക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.